മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് തിരുവമ്പാടിയിൽ സ്ത്രീപീഡന പരാതിയിൽ പൊതുപ്രവർത്തകനെ പ്രതിയാക്കിയ സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. കൃത്യമായ അന്വേഷണം നടക്കാതെ SIക്കെതിരെ വകുപ്പ് തല നടപടിക്ക് നിർദ്ദേശം. സെന്റിന് കൃത്രിമ ആധാരം ഉണ്ടാക്കുകയും 2019 തിരുവമ്പാടി വില്ലേജിൽ അത് കൃത്രിമമായി എഴുതി ചേർത്ത് പോക്കുവരവ് 30 വർഷങ്ങൾക്ക് ശേഷം നടത്തുകയായിട്ട് ബന്ധപ്പെട്ട് സിവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൃത്രിമ കേസാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സ്ത്രീയും അവരുടെ ഭർത്താവിന്റെ സഹോദരനായ അബ്ദുറഹ്മാനും കൂടിയിട്ട്. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വ്യാജ സ്ത്രീപീഡന പരാതിയിൽ പൊതുപ്രവർത്തകനെ പ്രതിയാക്കിയ ഒരു സംഭവത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ആ പൊതുപ്രവർത്തകനായ സൈദലവിയുടെ പ്രതികരണം നമ്മൾ ആദ്യം കേട്ടു. ഈ സൈദലവിക്കെതിരെയാണ് വ്യാജ പരാതിയിൽ സ്ത്രീപീഡനത്തിന് തിരുവമ്പാടി പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അത് പിന്നീട് ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു. അതിന് പിന്നാലെയാണ് സൈദലവി ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. സമീപിച്ചതിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് നഷ്ടപരിഹാരമായി പോലീസ് 50,000 രൂപ നൽകണം. ആ തുക സർക്കാർ 2 മാസത്തിനകം നൽകിക്കൊണ്ട് പിന്നീട് ഈ കേസ് അന്വേഷിച്ച SI ആയിട്ടുള്ള EK രമ്യയുടെ ശമ്പളത്തിൽ നിന്ന് ഗഡുക്കളായെങ്കിൽ പിടിക്കണം എന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ജുഡീഷ്യൽ അംഗമായിട്ടുള്ള ബൈജുനാഥ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബൈജുനാഥ് അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ SIക്കെതിരെ വകുപ്പ് നടപടി സ്വീകരിക്കണം. ഒരു സ്ത്രീ പീഡന പരാതി സംബന്ധിച്ച് വരുമ്പോൾ അതിൽ ലാഘവത്തോടെ അന്വേഷണം നടത്തി ഉടൻ തന്നെ, അതായത് ഈ ആർക്കെതിരെയാണോ പരാതി, ഇതിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുടെ ഒരു മൊഴി പോലും എടുക്കാതെ അയാൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് SIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയിരിക്കുന്നത്. നേരത്തെ തിരുവമ്പാടി സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയും അവരുടെ സഹോദരനായിട്ടുള്ള അബൂബക്കറുമാണ് പരാതി നൽകിയത്. സ്വാഭാവികമായി വഖഫ് ഭൂമിക്കെതിരെ വഖഫ് ഭൂമി സംബന്ധിച്ച് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കവുമായി ബന്ധപ്പെട്ട ഇവരുമായി, അതായത് ഈ പരാതിക്കാരിയായ യുവതിയുമായും ഒപ്പം തന്നെ സഹോദരനായ അബൂബക്കറുമായും, അബൂബക്കർ അവിടെ ഈ മഹലിൻ്റെയൊക്കെ ഭാരവാഹിയാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായി ഇവർക്കെതിരെ ഒരു തർക്കമുണ്ടായിരുന്നു, വാക്ക് തർക്കമുണ്ടായിരുന്നു. ആ വാക്ക് തർക്കത്തിനെതിരെയാണ് ഇവർ പരാതി നൽകിയത്. ഈ യുവതിയും ഒപ്പം തന്നെ സഹോദരനായ അബൂബക്കറും 2 രീതിയിലുള്ള പരാതികൾ നൽകി. അതിൽ തന്നെ ഈ യുവതി പരാതിക്ക് ബലം കിട്ടാൻ വേണ്ടി തന്നെ കയറി പിടിച്ചു, പീഡിപ്പിച്ചു എന്ന രീതിയിലൊക്കെ പരാതി നൽകി എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ കൃത്യമായി പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. പലപ്പോഴും ഈ പീഡന കേസുകളിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം, എല്ലാ പീഡന കേസുകളുമല്ല, ചില പീഡന കേസുകളിലെങ്കിലും ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വാക്ക് തർക്കമുണ്ടാകുമ്പോൾ ഉടനെ കയറിപ്പിടിച്ചു, അല്ലെങ്കിൽ എതിർകക്ഷി ആയിട്ടുള്ള ആൾക്കെതിരെയൊക്കെ തെറ്റായ രീതിയിൽ പരാതികൾ പോകുന്നുണ്ടോ എന്നുള്ള ആക്ഷേപം ശക്തമാവുന്നതിനിടെയാണ് ആ ആക്ഷേപം സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒരു പരാതിയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ SI ആയിരുന്ന EK രമ്യ ഒരു കൃത്യമായ അന്വേഷണം നടത്താതെ സൈദലവിയെ പ്രതി ചേർത്തു. അത് വ്യാജ പരാതിയാണെന്ന് പോലും പരിഗണിച്ചില്ല. കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ തന്നെ അത് ബോധ്യമാവുകയായിരുന്നു എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ 50,000 രൂപ നഷ്ടപരിഹാരം നൽകണം, SIക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന കമ്മീഷൻ നൽകിയിരിക്കുന്നത്. തീർച്ചയായും റിയാസ്, ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ത്രീധന പീഡന പരാതി, ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വ്യാജ സ്ത്രീധന പീഡനമടക്കം ഉന്നയിച്ച് പ്രതിയാക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു അത്തരത്തിലൊരു സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് ഈ ഒരു പൊതുപ്രവർത്തകനെ പ്രതിയാക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം നടത്താത്ത SIക്കെതിരെയും വകുപ്പ് തല നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ SIക്കെതിരെ 50,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിർദ്ദേശം എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
എന്തായാലും ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, ഇത്തരത്തിൽ വ്യാജ പീഡന പരാതികൾ വരുമ്പോൾ ഒരു തർക്കത്തിൻ്റെ പേരിൽ അതിൽ സ്ത്രീപീഡനമുണ്ടായി എന്ന് പറഞ്ഞ് പരാതി വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് യഥാർത്ഥ സംഭവത്തിലെ ഇരകളാണ് എന്നൊരു വസ്തുത നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യാജ പരാതികൾ വരുമ്പോൾ അതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തുക. ആരാണോ ആ വ്യാജ പരാതി നൽകിയത് അവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ സംഭവിക്കുക, യഥാർത്ഥത്തിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നിരവധിയായ സംഭവങ്ങളുണ്ട്. അതിൽ ചുരുക്കം മാത്രമാണ് വ്യാജ പരാതികൾ വരുന്നത്. ആ വ്യാജ പരാതികളെ നമ്മൾ ഒരിക്കലും ഇവിടെ എല്ലാം വ്യാജ പരാതികളാണ് എന്ന രീതിയിൽ അതിന് സാമാന്യവൽക്കരിക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കാനാവില്ല. അതിനും അപ്പുറത്തേക്ക് വ്യാജ പരാതികളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ യഥാർത്ഥ പരാതികളിലെ ഇരകൾക്ക് നീതി കൃത്യമായി ലഭിക്കണമെങ്കിൽ ഇത്തരം വ്യാജ പരാതികൾ നൽകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമാണ് യഥാർത്ഥ ഇരകൾക്ക് നീതി ലഭിക്കുക. ഇല്ലെങ്കിൽ യഥാർത്ഥ ഇരകൾ പോലും സംശയത്തിന്റെ നിഴലിലാവുന്ന രീതിയിലേക്ക് പൊതുസമൂഹം അതിനെ വ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് ഒരു അപൂർവമായ സംഭവമാണ്. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം വ്യാജ പരാതികൾ വരുന്നുണ്ട്. അത് പോലീസ് തന്നെ പലപ്പോഴും നമ്മളോട് പറയുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും പോലീസിന് കേസെടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. പോലീസിന്റെ നിസ്സഹായാവസ്ഥയും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ. പക്ഷേ അത്തരത്തിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഭാഗമാണ് പോലീസ് ഉള്ളത്. കൃത്യമായ അന്വേഷണം നടത്തി അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വ്യാജ പരാതി നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. കാരണം നിയമത്തെ തെറ്റായി കൈകാര്യം ചെയ്യാൻ അത് സ്ത്രീക്കായാലും പുരുഷനായാലും ഇനി മറ്റൊരു ലിംഗത്തിൽപ്പെട്ട ആളായാൽ പോലും ആർക്കും അധികാരമില്ല. എല്ലാവരും നിയമത്തിന് മുൻപിൽ തുല്യരാണ് എന്ന വസ്തുത കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഇതിൽ അതുകൊണ്ടാണ് ഈ SIക്കെതിരെ വകുപ്പ് തല നടപടിക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നൊരു ബോധ്യം വ്യാജ പരാതി നൽകുന്നവരും മനസ്സിലാക്കുക. ഇത്തരം വ്യാജ പരാതികൾ നൽകുമ്പോൾ നിങ്ങളുടെ ഒരു വ്യാജ പരാതി കൊണ്ട് യഥാർത്ഥ ഇരകളാണ് പലപ്പോഴും സംശയത്തിന്റെ നിഴലിലാവുന്നത്. അങ്ങനെ യഥാർത്ഥ ഇരകളെ സംശയത്തിന്റെ നിഴലിലാക്കരുത്. സ്ത്രീ പീഡന കേസുകളിൽ കൃത്യമായി ഇരകൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വ്യാജ പരാതികളിൽ എതിർപക്ഷത്ത് നിൽക്കുന്നയാൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. ആ നീതി സെയ്തലവിക്ക് കിട്ടി എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. തീർച്ചയായും കോഴിക്കോട് തിരുവമ്പാടിയിൽ വ്യാജ സ്ത്രീ പീഡന പരാതിയിൽ പൊതുപ്രവർത്തകനെ പ്രതിയാക്കിയ സംഭവത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായ അന്വേഷണം നടത്താത്ത SIക്കെതിരെ വകുപ്പ് തല നടപടിക്കും നിർദ്ദേശം നൽകി. റിയാസ് KMR ആണ് വിവരങ്ങൾ